തെയ്യം. കത്തിജ്വലിക്കുന്ന മേലേരിക്കനലിൽ മലർന്നു കിടന്ന് കുളിരുന്നേ എന്നാർത്തുചിരിക്കുന്ന പൊട്ടൻ തെയ്യം സമൂഹത്തിലെ ജാതി മതവർഗ വ്യത്യാസങ്ങൾക്കു നേരെ തന്റെ പരുക്കൻ ചിരിയുമായി എത്തുകയാണ്. പ്രസിദ്ധമുണ്ടോ സർവജ്ഞപീഠം കയറാനൊരുങ്ങുന്ന ശങ്കരാചാര്യരുടെ മനസ്സിലെ അജ്ഞാനത്തിന്റെ അവസാന കണികയും തുടച്ചില്ലാതാക്കുവാനായിക്കൊണ്ട് ശ്രീപരമേശ്വരൻ ചണ്ഡാലവേഷധാരിയായി പാർവതിയും നന്ദികേശനും മറ്റും നീചവേഷധാരികളായി പിന്തുടർന്നു. ചണ്ഡാലവേഷധാരിയായ ശിവൻ മധുകുംഭവുമേന്തി പുലപ്പാട്ടും പാടി ശങ്കരന് മുന്നിൽ വഴിമുടക്കി നിന്നു. വഴിമാറാൻ ചെന്ന ശങ്കരനോട് ജാതിമതവർഗ വ്യത്യാസങ്ങളുടെ പേരിൽ ചണ്ഡാലൻ തർക്കിച്ചു. ഏങ്കളെ കൊത്തിയാലും നിങ്ങളെ കൊത്തിയാലും ഒന്നല്ല ചോരയുടെ നിറം എന്ന ചോദ്യത്തിനു മുന്നിൽ ശങ്കരൻ പകച്ചു. മുന്നിൽ നിൽക്കുന്നത് ശ്രീ പരമേശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞു. നമിച്ചു തൊഴുത് അകംനൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി. അജ്ഞാനന്ധകാരം നീങ്ങിയ ശങ്കരൻ ആ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. ശ്രീ പരമേശ്വരനും പാർവതിയും അനുഗ്രഹവർഷം ചൊരിഞ്ഞു. താൻ ധരിച്ച വേഷം മനുഷ്യർക്ക് കാണുവാനായി സൃഷ്ടിക്കപ്പെട്ട രൂപമത്രേ പൊട്ടൻ തെയ്യം. മഹേശ്വരിയും നന്ദികേശനും പുലച്ചാമുണ്ടിയും പുലമാരതനുമായി ദേവലോകത്തു നിന്നും മാനുഷലോകത്തേക്ക് ഇറങ്ങി വന്ന അവർ ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു വാഴുന്നു.